ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇൻട്രോ ഓൺ വോയിസ് തന്നെയാണ് കൊടുക്കുന്നത്. ഒന്നുമില്ല, വെറുതെ ചുമ്മാ രസം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് പണികളൊക്കെ തീർന്നിട്ടുണ്ട്. മുറ്റടിക്കലും എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ചായ കുടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കലും അടിച്ചൊരു തുറക്കലും ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എന്താ പറയുക, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമൊന്ന് വൃത്തിയാക്കാൻ പോയിട്ടോ. പക്ഷേ ആദ്യത്തേത് നമ്മളത് പരാജയപ്പെട്ടു. അങ്ങനത്തെ വീണ്ടും നമ്മൾ അടുക്കളയിലോട്ട് പോയിട്ട് എന്താ പറയുക, ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ തന്നു കേട്ടോ. അപ്പോൾ മത്തൻകറിയാണ് വെക്കുന്നത്. മത്തൻകറിയും അതേപോലെ എന്താ പറയുക, കേബേജ് ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ചെറുക്കന് ക്യാമറ നോക്കി ഓരോ കോപ്രായം പിന്നാലെ നടന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇടയ്ക്ക് ഈ ഒരു സംഭവം നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എന്താ പറയുക, പിന്നാലെ നടക്കുകയാണ്. എല്ലാ കാര്യത്തിനും പിന്നാലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവന് ഉച്ചയ്ക്ക് ഉറങ്ങുള്ളൂ, ഉച്ച വരെ ഉള്ളൂ എൻ്റെ പണി ഉണ്ടാവുക കേട്ടോ. അങ്ങനെ അവന് ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തു, അവനത് കുടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ റൂമൊക്കെ വൃത്തിയാക്കി എന്താ പറയുക, വീണ്ടും അടുക്കളയിലോട്ട് പോയിട്ട് ക്ലീനിങ് പരിപാടി നോക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം വേസ്റ്റ് കുറേ കളയുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കളയുകയാണ്. എന്താ പറയുക, പിന്നെ ഉമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഉച്ചയ്ക്ക് ശേഷം അങ്ങാടിയിലോട്ട് വരാണ്ടോ നമുക്ക് പൊന്നൂന് എന്താ പറയുക, ഫുഡ് ഐറ്റംസും അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങി കൊടുക്കണം. കാരണം ടൂർ പോവുകയാണ്. അപ്പോൾ ഒക്കെ വാങ്ങാനുള്ളതൊക്കെ വാങ്ങാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ പണി വേഗം ഒരുക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടാണ്ട് ആവണില്ല കേട്ടോ നേരത്തെ കാലം. അങ്ങനെ നമ്മൾ എന്താ പറയുക, അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കല്ല, വേസ്റ്റൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ എല്ലായിടത്തും അടിച്ചു വാരി ഇട്ടു കേട്ടോ. പിന്നെ ഉപ്പേരിയൊക്കെ ആവുന്നുണ്ട്. അടുക്കള കണ്ടില്ലേ, ഇക്കോലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ പാത്രങ്ങളായിട്ട് കഴുകിയെടുത്ത് എന്താ പറയുക, രാവിലെ അത്യാവശ്യം നന്നായിട്ട് പാത്രം കഴുകാനുണ്ടാവും കേട്ടോ. പിന്നെ അത്രയൊന്നും ഉണ്ടാവില്ല, ആ രാവിലത്തെ ആ ഒരു തന്നെ ഉണ്ടാവുള്ളൂ. അതിനിപ്പോൾ രാവിലെ കടി ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ ആ രാവിലത്തെ ഒരു പാത്രങ്ങൾ കഴുകാൻ. അങ്ങനെ കണ്ടോ, വീണ്ടും അവൻ വന്ന് ഉമ്മ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്താ പറയുക, കാക്കു വന്നപ്പോൾ ഫ്രൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മൾ നേരെ എന്താ പറയുക, കുളിയും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്റിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ പോയോണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഞാനും അനിയത്തിയും കുട്ടിയും കൂടി കേട്ടോ. അനിയത്തി പിന്നെ അവക്കാണല്ലോ സാധനം വാങ്ങുന്നത്, ഞങ്ങൾ കൂട്ടിന് പോവുകയാണ്. പക്ഷേ കണ്ടാൽ ഞങ്ങൾക്കാണെന്ന് കരുതും. അപ്പോൾ അവൾ ഉണ്ടായതുകൊണ്ട് പിന്നെ എനിക്ക് കുട്ടീൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എപ്പോഴും ചോദിക്കും, അല്ല ഈ ആണോ അവൻ്റെ അമ്മ, ഞാനാണോ അവൻ്റെ അമ്മ ആയിക്കോട്ടോ. ഞാൻ അങ്ങാടിക്ക് പോട്ടോ, നല്ല വെയിലുണ്ട്. എൻ്റെ അമ്മ 3:30 ആയിട്ടുണ്ട് സമയം. അപ്പം പൊന്നു തന്നെ രാത്രി ടൂർ പോകാനേ കൊടൈക്കണം. അപ്പം ഓക്ക് വിളിച്ചറിഞ്ഞ് തിന്നാനുള്ള സാധനമൊക്കെ വാങ്ങാൻ പോവാട്ടോ. അതിൻ്റെ ഇടയിൽ BP ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം ഞങ്ങളുടെ ആൺതുണ ഓടുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ മുമ്പിൽ. അങ്ങനെ നമ്മൾ BP ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ബേക്കറിയിലോട്ട് പോയത് കേട്ടോ. അവിടെ ചെന്ന് ഓരോരുത്തർക്ക് ഓരോന്നാണ് വേണ്ടത്. സാധാരണ ഞങ്ങളെല്ലാവരും ഒരേപോലത്തെ കടിയൊക്കെയാണ് കഴിക്കാറുള്ളത്. പക്ഷേ ഇന്നെന്തോ നമുക്ക് എന്താ പറയുക, പലർക്കും പലത് തോന്നി. അങ്ങനെ ഞാൻ ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ ചെക്കന് നമ്മൾ വേറെ പാത്രത്തിൽ കുറച്ച് ഐസ്ക്രീം കൊടുത്തു. അതിലോട്ട് അവന് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് പഴംപൊരി വാങ്ങിയിട്ട് ഒപ്പി കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് എന്താ പറയുക, പിന്നെ മിറർ കണ്ടാൽ പിന്നെ നമ്മൾ വെറുതെ നിൽക്കില്ലല്ലോ അല്ലേ. പിന്നെ നമ്മൾ എന്താ പറയുക, പൊന്നൂനുള്ള ഫുഡ് ഐറ്റംസൊക്കെ അവൾ എടുക്കുന്നുണ്ട്. അതൊക്കെ വാങ്ങി നമുക്കും കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഓട്ടോയിൽ കയറി വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ പോകുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ നടക്കാനേ കഴിയില്ല, അതങ്ങനെയാണ്. അങ്ങനെ വീട്ടിലെത്തിയ പാടെ തന്നെ പൊന്നു എന്താ പറയുക, പാക്കിങ് തുടങ്ങി കേട്ടോ. ഓൾറെഡി ഓരോന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് സന്തോഷമുണ്ട് അവൾ പോകുന്നതിൽ കേട്ടോ. അപ്പോൾ എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, +2 ടൂർ പോയതൊക്കെ ഓർമ്മ എന്താ പറയുക, ഭയങ്കര ഒരു ഇത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങി വൈകുന്നേരം ആസ്വദിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ അവളെടുത്ത വീഡിയോസൊക്കെയാണിത്. എനിക്കറിയില്ല ഈ ചെടീൻ്റെ പേരൊന്നും കേട്ടോ. അവൾ ഓരോന്നെടുത്ത് ഇതതിൽ ചേർക്കൊണ്ടു എന്നൊക്കെ പറഞ്ഞു പോയതാണ്. അങ്ങനെ നമ്മൾ ശർക്കര ചായയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം അത് കുടിച്ചു. ട്യൂഷനൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും പെണ്ണ് പോകാനായിട്ടോ. അപ്പോൾ അവൾ ഓരോന്ന് എന്താ പറയുക സെറ്റാക്കി മറന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കായിരുന്നു.
പിന്നെ ഇത് ചെറുക്കന് കാണാൻ സന്തോഷമൊന്നും അല്ല കേട്ടോ അവൾ പോയപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ അവൾ ഉപ്പ ആക്കി കൊടുക്കുകയാണ് അവളെ. ഈ ഒരു നിപ്പ് നല്ല കരച്ചിലുണ്ടാകുക അവസാനിച്ചു കേട്ടോ.